ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏതാണ്ട് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നിൽ നിന്ന് നല്ല രൂപത്തിൽ കളിക്കുന്നത് ഇറാനാണ്. പശ്ചിമേഷ്യയിൽ ഇറാൻ നടത്തുന്ന പുതിയ നീക്കം ആഗോള വിപണിയെ ചൂടുപിടിപ്പിക്കുകയാണ്. ഇറാൻ യുദ്ധക്കപ്പൽ ചെങ്കടലിൽ പ്രവേശിച്ചതിന് പിന്നാലെ എണ്ണവില കുതിച്ചുയരുകയാണ്. ഇറാന്റെ ഈ വരവ് മേഖലയെ കൂടുതൽ അസ്വസ്ഥമാക്കുമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിലക്കുതിപ്പ്. എന്തിനാണ് ഇറാൻ യുദ്ധക്കപ്പൽ ചെങ്കടലിൽ എത്തിയത്? ഇതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നത്തിൽ എന്താണ് ഇറാൻ ഇക്കാര്യം എന്ന് സംശയിച്ചേക്കാം. സംശയിക്കണ്ട. മുസ്ലിങ്ങളുടെ പൊതുശത്രുവായ ജൂതർ, ഇസ്രായേല്യർ അവരെ വകവരുത്താൻ, അവരെ ഉന്മൂലനം ചെയ്യാൻ ഹമാസ് ഏറ്റെടുത്ത് ആ ദൗത്യം നിറവേറ്റുമ്പോൾ അതിൽ പങ്കാളികളാകുകയാണ് ഹൂതികൾ, യമനികൾ, ഹിസ്ബുള്ള. ഇവരെ പിന്നിൽ നിന്ന് ആയുധം നൽകിയും മോട്ടിവേഷൻ നൽകിയും പിന്തുണ നൽകിയും സഹായിക്കുകയാണ് ഇറാൻ. അപ്പോൾ ഈ യുദ്ധത്തിൽ ഇറാൻ എന്താണ് കാര്യം എന്ന് ഇനി ആരും ചോദിക്കില്ലല്ലോ. ആഗോള ചരക്കുപാതയുടെ 12% ചെങ്കടലിലൂടെയാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് യമനിലെ ഷിയ വിഭാഗമായ ഹൂതികൾ ചെങ്കടലിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉപരോധ നീക്കം നടത്തിയത് നമ്മൾ വാർത്തകളിൽ വായിച്ചതാണ്. ഇസ്രായേലിലേക്ക് വരുന്നതും പോകുന്നതുമായ എല്ലാ ചരക്ക് കപ്പലുകളും തങ്ങൾ ആക്രമിക്കുമെന്നായിരുന്നു ഹൂതികളുടെ ഭീഷണി. എന്താണ് കാരണം? ഇസ്രായേല്യർ ഗാസക്കാരെ ആക്രമിക്കും. എപ്പോഴാണോ ഇസ്രായേല്യരുടെ പിടിയിൽ നിന്നും ഗാസ രക്ഷപ്പെടുന്നത്, അപ്പോൾ മാത്രമേ ഹൂതികളുടെ കയ്യിൽ നിന്നും ചെങ്കടൽ രക്ഷപ്പെടൂ. ഇതാണ് അവരുടെ മുദ്രാവാക്യം. അതിന് തൊട്ടു പിന്നാലെ നിരവധി കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചു. അതിൽ ഇന്ത്യൻ കപ്പലും പെടും. ഹൂതികളെ നേരിടാൻ ചെങ്കടലിൽ അമേരിക്ക യുദ്ധക്കപ്പൽ ഇറക്കിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഹൂതികളുടെ ബോട്ടുകൾ ആക്രമിച്ച് 10 വിമതരെ അമേരിക്കൻ സൈന്യം കൊലപ്പെടുത്തി. ഇതോടെ ഏത് സമയവും ഹൂതികളുടെ തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇറാന്റെ ഭരണം. ഹൂതികൾ ഏത് സമയത്തും തിരിച്ചടിക്കും, ഇത് അമേരിക്ക പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇറാന്റെ യുദ്ധക്കപ്പൽ ഇറങ്ങുന്നത്. ബാബുൽ മന്ദബ് ഇടനാഴി വഴി ചെങ്കടലിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇറാന്റെ കപ്പൽ. അമേരിക്കൻ സൈന്യവും ഇറാന്റെ സൈന്യവും കടലിൽ നേർക്കുനേർ വരുന്നത് മേഖലയെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നു. ഇതോടെയാണ് എണ്ണച്ചരക്ക് കടത്ത് വരും ദിവസങ്ങളിൽ തടസ്സപ്പെട്ടേക്കുമെന്ന വാർത്തകൾ പ്രചരിക്കുന്നത്. ഇതാണ് എണ്ണവില ഉയരാൻ ഇത്രയും സാഹചര്യമായത്. ബ്രന്റ് ക്രൂഡിനും അമേരിക്കയുടെ വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡിനും 2.5% വില കൂടി. ബ്രന്റ് ക്രൂഡ് ബാരലിന് ഇപ്പോൾ $78.97, ഇന്റർമീഡിയറ്റിന് $73.43 എത്തിയിരിക്കുകയാണ് വില. എന്തിനാണ് ഇറാന്റെ കപ്പൽ എത്തിയത് എന്ന് വ്യക്തമല്ല. കപ്പലിന്റെ ചെങ്കടലിലെ ദൗത്യം സംബന്ധിച്ച് ഇറാൻ ഇതുവരെ എവിടെയും വെളിപ്പെടുത്തിയിട്ടുമില്ല. ഇതാണ് അമേരിക്കയുടെയും ഇസ്രായേലിയരുടെയും ദുരൂഹതയ്ക്ക് കാരണം. അമേരിക്കൻ സൈന്യം ഹൂതികളെ ആക്രമിച്ചതിന് പ്രതികാരം ചെയ്യാനാണോ ഇറാന്റെ ശ്രമം? അമേരിക്കയെ മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണോ ലക്ഷ്യം? തുടങ്ങിയ ഒട്ടനവധി സംശയങ്ങളാണ് വരുന്നത്. ഹൂതികളുടെ ആക്രമണത്തിൽ ഭയന്ന് ഇസ്രായേലിലേക്കും യൂറോപ്പിലേക്കുമുള്ള ചരക്ക് കപ്പലുകൾ ചെങ്കടൽ വഴിയുള്ള യാത്ര നിർത്തിവെച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലൂടെ വളഞ്ഞ വഴിക്കാണ് ഈ കപ്പലുകളുടെ യാത്ര. ശേഷം ജിബ്രാൾട്ടർ കടലിടുക്ക് വഴി മെഡിറ്ററേനിയൻ കടലിൽ പ്രവേശിച്ച് ഇസ്രായേലിലേക്ക് വരികയാണ്. ഇതാണ് വലിയ ചിലവേറിയ ഒരു യാത്ര. ഇസ്രായേലിനെ സാമ്പത്തികമായി കൂടുതൽ പ്രതിസന്ധിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹൂതികൾ ചെങ്കടലിൽ ഇത്ര വലിയ പ്രതിരോധം ഏർപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗാസയിൽ വിന്യസിച്ചിരുന്ന കരസേനയെ പിൻവലിക്കുകയാണ് ഇസ്രായേൽ. എന്താണ് ആ പിന്മാറ്റത്തിന് കാരണമെന്ന് ഇതുവരെ ഇസ്രായേൽ എവിടെയും വ്യക്തമാക്കിയിട്ടില്ല. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എത്തിയ ഇസ്രായേൽ സൈന്യം എന്തിനാണ് ലക്ഷ്യം കാണാതെ പിന്മാറുന്നത്? അതേസമയം ഗാസയിൽ വ്യോമാക്രമണം ഒരു ഭാഗത്തുകൂടി തുടരുന്നുമുണ്ട്. അപ്പോ
അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ച നെതന്യാഹു എന്തിനാണ് പെട്ടെന്ന് ഗാസയിൽ നിന്ന് സൈന്യത്തെ തിരിച്ചു വിളിച്ചത് എന്നതാണ് ഇപ്പോൾ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ലോക മാധ്യമങ്ങൾ തന്നെ ചർച്ചയ്ക്കെടുക്കുന്ന പ്രധാനപ്പെട്ട വിഷയം പെട്ടെന്നുള്ള ഇസ്രായേലിന്റെ ഈ മനംമാറ്റം തന്നെയാണ്. കാരണം ഇസ്രായേലിർക്കുണ്ടായ നഷ്ടം വളരെ വലുതാണ്. അതിന്റെ എത്രയോ ഇരട്ടി നഷ്ടം ഇപ്പോൾ ഹമാസിനുണ്ടായി കഴിഞ്ഞു, ഗാസയ്ക്കുണ്ടായി കഴിഞ്ഞു. എന്നാലും എല്ലാ ലോകരാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തണമെന്നും ആവശ്യപ്പെട്ടപ്പോഴും ഇല്ല, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ഞങ്ങൾ ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യമാണ്, അതുകൊണ്ട് എവിടെ എപ്പോൾ എന്ത് പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് അമേരിക്കയല്ല, UN അല്ല, ആര് ഞങ്ങളെ പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യവുമായി മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിച്ച നെതന്യാഹു പേടിച്ചു പിന്മാറിയതാണോ, അതോ ഈ പുലി പതുങ്ങിയത് കുതിക്കാനാണോ? ഹമാസിനെതിരെ പോരാട്ടം ജയിക്കാൻ മാസങ്ങൾ എടുക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തുറന്ന പറച്ചിൽ പിന്നാലെ ഗാസയിൽ നിന്ന് സൈനികരെ പിൻവലിക്കാൻ ഇസ്രായേൽ. ഗാസയിൽ 3 മാസത്തോടടുത്ത യുദ്ധത്തിൽ അപ്രതീക്ഷിത പിന്മാറ്റവുമായി ഇസ്രായേൽ. പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ ബന്ദികളെ പുറത്തെത്തിക്കലും ഹമാസിനെ തകർക്കലും എവിടെയും എത്താതെ തുടരുന്നതിനിടെ ഗാസയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കുകയാണെന്നാണ് സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 5 ബ്രിഗേഡുകളെയാണ് പിൻവലിക്കുന്നത്. വടക്കൻ ഗാസ ഉൾപ്പെടെ മേഖലകളിൽ നിന്നാണ് വൻതോതിൽ പിന്മാറ്റം. പകരം വ്യോമാക്രമണം ശക്തമാക്കി ഗാസയ്ക്ക് മേൽ നാശം തുടരാനാണ് തീരുമാനം. സൈനിക നീക്കം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഗാസയിൽ നിന്ന് സൈനികരെ ഇസ്രായേൽ വൻതോതിൽ പിൻവലിക്കുന്നത്. യുദ്ധം ആരംഭിച്ചുടൻ 3 ലക്ഷം റിസർവിസ്റ്റുകളെ ഇസ്രായേൽ സൈനിക സേവനത്തിനായി വിളിച്ചിരുന്നു. വിശ്രമത്തിന് പരിശീലനത്തിനുമായാണ് ഇവരെ നാട്ടിലേക്ക് അയക്കുന്നതെന്നാണ് വിശദീകരണം. അടുത്ത ആഴ്ചകളെ 5 ബ്രിഗേഡുകളെ പൂർണ്ണമായി പിൻവലിക്കാനാണ് നീക്കമെന്ന് ഒരു സൈനിക വൃത്തം അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ മാധ്യമങ്ങളോട് പറഞ്ഞു. ഹമാസിനെതിരെ കൂടുതൽ ആസൂത്രിതമായ ആക്രമണത്തിന് സൈന്യത്തെ സജ്ജമാക്കുകയാണ് ലക്ഷ്യമായി പറയുന്നത്. ഇതോടൊപ്പം റിസർവ് സേനയിലുള്ള സിവിലിയന്മാരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചയക്കുകയും യുദ്ധത്തെ തുടർന്ന് തകർന്നു കിടക്കുന്ന രാജ്യത്തെ സമ്പദ്ഘടനയെ പുനരുജ്ജീവിപ്പിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. റിസർവ് സേനയെ നാട്ടിലേക്ക് അയക്കുന്നതോടെ സമ്പദ്ഘടനയിലെ വലിയൊരു ഭാരം കുറഞ്ഞു കിട്ടുമെന്നാണ് സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ഈ വർഷം നടക്കാനുള്ള സൈനിക നടപടികൾക്ക് ശക്തി സംഭരിക്കാനും ഇതുവരെ സഹായിക്കും. യുദ്ധം തുടരുന്നതിനാൽ ഇവരുടെ സഹായം ഇനിയും വേണ്ടിവരുമെന്നും ഇദ്ദേഹം അറിയിച്ചു. ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാസയിൽ ആക്രമണം തുടരുമെന്നും സൈനിക വൃത്തം വ്യക്തമാക്കി. എന്നാൽ പിൻവലിക്കുന്ന 5 സേനാ വിഭാഗങ്ങളെ ലെബനാൻ അതിർത്തി ഹിസ്ബുള്ളക്കെതിരായ യുദ്ധത്തിനായി വിന്യസിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 22,000 പേരെ അതായത് ഗാസയിൽ നിന്ന് 5 ബ്രിഗേഡുകളെ പിൻവലിച്ച് ലെബനനിലേക്ക് കൊണ്ടുപോകുകയാണ്. ഇപ്പോൾ ലെബനനിലെ ഹിസ്ബുള്ളയാണ് ഇസ്രായേലിന് ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത്. കരയിൽ, കടലിലാണെങ്കിൽ ഹൂതികളും. കടലിൽ അവരെ നേരിടാൻ നല്ലൊരു സൈനിക വിഭാഗത്തെ ഏർപ്പാട് ചെയ്തതിനു ശേഷമാണ് വ്യോമമാർഗത്തിലും അതുപോലെ തന്നെ തിരിഞ്ഞത്. അതുപോലെ തുരങ്കമാർഗത്തിലൂടെയുള്ള യുദ്ധവും തുടരുന്നു. ഇപ്പോഴിതാ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് കരമാർഗത്തിലൂടെയുള്ള യുദ്ധം രൂക്ഷമായി മുറുകുമ്പോൾ ചെങ്കടലിൽ ലോകരാജ്യങ്ങൾക്ക് മുഴുവനും വിപണിയെ ബാധിക്കുന്ന തരത്തിലേക്കാണ് ഹൂതികളുടെ അക്രമം നീളുന്നത്. അവരെല്ലാവരും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു പക്ഷേ 5 ബ്രിഗേഡുകളെ അവിടെ നിന്ന് പിൻവലിച്ച് ഹിസ്ബുള്ളയ്ക്ക് നല്ല രൂപത്തിൽ എഴുന്നേൽക്കാത്ത വിധം ഒന്ന് അടി മണ്ടയ്ക്ക് കൊടുത്തിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഇപ്പോ ഹിസ്ബുള്ളയാണ് ഹമാസിന് താങ്ങായും തണലായും നിൽക്കുന്നത്. ഇപ്പോ സലാഹ് അറൗറി, ഈ സാലെ എന്നാണ് വിളിക്കുന്നത്, സലാ അൽ ഔറി, അറൗറി എന്നാണ് പറയുക. ഈ അറൗറിയാണ് ഇപ്പോൾ ഹമാസിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാവ്. അദ്ദേഹത്തിന്റെ തലയാണ് ഇക്കഴിഞ്ഞ ദിവസം ലെബനനിൽ കയറി ഹിസ്ബുള്ളയുടെ മടയിൽ കയറി മൊസാദ് എടുത്തത്. മൊസാദാണ് എടുത്തത് എന്ന് വാർത്തകൾ പ്രചരിക്കുന്നെങ്കിലും ഇസ്രായേൽ ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ ഇസ്രായേലിന് ഏറ്റവും വലിയ ഭീഷണിയായിരിക്കുന്നത് ചെങ്കടലിൽ ഹൂതികളാണെങ്കിൽ കരയിൽ ഇവരാണ്. അപ്പോ ഹിസ്ബുള്ളയെ ഒതുക്കണമെങ്കിൽ 5 ബ്രിഗേഡുകളെ ഗാസയിൽ നിന്നും തിരിച്ചു വിളിക്കണമായിരിക്കും. അവരെയാണിപ്പോൾ ലെബനനിലേക്ക് അയക്കുന്നത്. അതല്ലാതെ യുദ്ധം അവസാനിപ്പിക്കുകയോ പരാജയപ്പെട്ടു പിന്മാറുകയോ ഹമാസിനെ ജീവിക്കാൻ അനുവദിക്കുകയോ ചെയ്യുകയല്ല. കാരണം വാക്കു പറഞ്ഞത് നെതന്യാഹുവാണ്. അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ യുദ്ധം അവസാനിക്കില്ല എന്നാണ് പറഞ്ഞത്. നന്ദി.